നമുക്കൊരു മറ്റുള്ളവരുടെ കാര്യന്മാരെ കുറ്റം പറയാനുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാറുണ്ട് ഒന്നും പറയാം. പക്ഷെ അത് ഒന്നുമില്ലാ സ്ഥിതിക്ക് ഇതൊന്ന് വേണ്ടേ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ 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 നല്ല ഒരു സർവീസാണ്. മാത്രമല്ല, എന്നോട് നേരത്തെ ഇതിൽ യാത്ര ചെയ്ത എൻ്റെ സുഹൃത്ത് എന്നോട് ഇതൊരു നിർദ്ദേശം പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ നാട്ടിലായാലും ഞാൻ ബന്ധപ്പെടുന്നവർ ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനൊരു സർവീസ് ഉണ്ട്, അതിൽ യാത്ര ചെയ്യണമെന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അത്രയും നല്ലൊരു സർവീസാണ്. ഇനിയും ഇതേ സർവീസിൽ ഇനിയും യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ എല്ലാം ഒരു മനസ്സോടുകൂടി നമ്മുടെ ഈ ടൂറ് യാത്ര നല്ല രീതിയിൽ വിജയിപ്പിച്ചു. അതിനെല്ലാ ആൾക്കാരും നല്ല രീതിയിൽ അതിലേറ്റവും നമ്മൾ നന്ദിയും കടപ്പാടും എല്ലാം ഉള്ളതിന് നമ്മുടെ ഈ രണ്ട് സഹോദരിമാരാണ്. അവർ ഞങ്ങൾക്ക് ചില സമയത്ത് ഗൈഡിനെ പോലെ ആവുന്നുണ്ട്, ചില സമയത്ത് സഹോദരിയെ പോലെയാണ്, ചില സമയത്ത് അമ്മയെ പോലെ ആകുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അമ്മ, അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല രീതിയിലുള്ള നിങ്ങളുടെ സർവീസിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയുകയാണ്. നമസ്കാരം. പറഞ്ഞതുപോലെ വളരെ അവിചാരിതമായിട്ടാണ് യാത്ര. ഒരു വണ്ടി ക്യാൻസൽ ആയി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് വിട്ടു, ഇത് നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ നിർബന്ധ ബുദ്ധിയാൽ ഉള്ള വിളികളെ കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് അങ്ങനെ വന്നത്. ഇത് കിട്ടി. അങ്ങനെ പിന്നെ ഇത് തൃശ്ശൂർ വരണം, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് എന്നാലും വേണ്ടില്ല വന്നു, യാത്ര ചെയ്തു. എല്ലാം വലിയ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുകയും ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ ഒരു റാണിയോ രാജാവോ ഒക്കെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മോശമാവില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു മഹാറാണി ഒരു തരത്തിൽ ഒരിക്കലും മോശം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ കുറവുകളും കുറ്റങ്ങളൊക്കെ അതൊക്കെ എല്ലാറ്റിലും ഉണ്ടാവുന്ന എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് പിന്നെ ഓരോ അമ്പലത്തിനെ പറ്റി പറയാം. കാരണം നമ്മളെല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോഴും നമ്മൾക്ക് എല്ലാ അമ്പലങ്ങളും ഓരോ ഐതിഹ്യങ്ങളുണ്ടായിരിക്കും. പല രീതിയിൽ പറയുമായിരിക്കും പലരും. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല. ഇപ്പോഴും നമ്മൾ പല അമ്പലങ്ങളിലും എന്നും പോകുന്ന അമ്പലങ്ങളിലെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ കൂടെ നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴുള്ള ഗുണം അത് ഇവർ കുറച്ചും കൂടെ ഒക്കെ പഠിച്ച് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞു തരുമ്പോൾ ഓരോ പ്രാവശ്യം അവർ പോകുമ്പോഴും അവർക്കും കൂടുതൽ നോളജ് കിട്ടുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ അനുഭവങ്ങൾ കിട്ടുകയാണ്. അത് വെച്ചിട്ട് ഓരോ പ്രാവശ്യം കൂടി വരുമായിരിക്കും. ആ പറഞ്ഞു തരുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ പലതും ആ അമ്പലത്തിനെ പറ്റി മനസ്സിലാക്കുകയും ആ രീതിയിൽ തൊഴുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു മഹാറാണി അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നിലും ഒരു മോശം ഉണ്ടാവില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതെ, എല്ലാം ഒരു തരത്തിലും വലിയ കുറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല. താങ്ക് യു. എല്ലാവരും എൻ്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തു, അതിനും താങ്ക് യു. അതിന്റെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി കൊണ്ടുപോകും. നമ്മൾ അറിയുന്നില്ല, ശരിക്കും യാത്ര തന്നെ അറിയുന്നില്ല. അതിനും അവരോടും എല്ലാവരും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ മഹാറാണി ട്രാവൽസിലെ ബന്ധപ്പെടാനുള്ള കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായി. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ ബസ്സിൽ ഇവരുടെ കൂടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ യാദൃശ്ചികമായി ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നും ഇതുപോലെ ഒരു പാക്കേജിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഒരു ഇതിലേക്ക് ആ തിരുപ്പതി യാത്രയെക്കുറിച്ചും ആ പാക്കേജിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു സർവീസ് ആണ് ഈ മഹാറാണിൻ്റെത്. അത് ഒരു സ്ത്രീയാണ് നടത്തുന്നത്. അവർ നല്ലൊരു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരും. അതുപോലെ നമുക്ക് നല്ലൊരു അറിവ് കിട്ടും. ഇത് എന്താണ് നമ്മുടെ യാത്ര, ഓരോരോ ക്ഷേത്രത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നല്ല സർവീസാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ തിരുപ്പതിയിൽ ഇപ്പം പെട്ടെന്ന് വരുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ യാദൃശ്ചികമായി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ ഉണ്ടോ ചോദിച്ചു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് നമ്പർ അയച്ചു തന്നു. നമ്പർ അയച്ച് കിട്ടിയ പാട് ഞാൻ ഇവരെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം. കാരണം നമ്മളെ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇതുവരെ ഞാനൊരു 4 പ്രാവശ്യം തിരുപ്പതി വന്നു, ഇത് 5ാമത്തെ തവണ വന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ വന്നു കണ്ടു തൊഴുതു എന്നല്ലാതെ കണ്ട് അതിനെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് ഓരോ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തും ആ ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് നമുക്കതിന് മുന്നേ പറഞ്ഞു തന്ന ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട്. ആ രീതിയിൽ ആ ഒരു സങ്കല്പത്തോടുകൂടി ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. പിന്നെ മറ്റൊന്ന് ഭക്ഷണത്തെക്കുറിച്ച് ഒരു പിന്നെ ഉപ്പ് സ്വാഭാവികമായി ഇപ്പം ഒരാൾക്ക് തന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു ആഹാരം തയ്യാറാക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ തന്നെ അല്പം ഉപ്പ് കൂടാം കുറയാം, അത് സ്വാഭാവികമാണ്. അതൊരു കുറവിന്റെ ഒരു കുറ്റമെന്ന രീതിയിലോ ഒരു കുറവെന്ന രീതിയിലോ പറയേണ്ട സംഭവമല്ല. ഭക്ഷണത്തിലും വളരെ നല്ലതാണ്. അത് മാത്രമല്ല നമുക്ക് താമസിക്കാൻ കിട്ടിയ നമ്മുടെ റൂം കാര്യങ്ങൾ
അത് വളരെ വളരെ നല്ലത് തന്നെയാണ്. അത് ഡ്രൈവർ, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ആൾക്കാരും നമുക്ക് നേരത്തെ ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ചെറിയ മണിക്കൂറുകളാണ് നമ്മൾ കൂടെ ഉണ്ടായത്. പക്ഷേ ഈ മണിക്കൂറുകൾ ഒരുപാട് വർഷങ്ങളോളമുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാ ആൾക്കാരും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടായി, കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിന്റെ സീറ്റിന്റെ ചെറിയ ഒരു സുഖമില്ലാത്തൊരു തോന്നല്. എനിക്ക് ഈ സീറ്റിന്റെ പ്രശ്നമാണോ അല്ല മൊത്തത്തിലാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊരു ചെറിയൊരു പോരായ്മയുണ്ട്. അതൊന്നും എന്തായാലും ആദ്യമായിട്ടാണ് വരുന്നത് തിരുപ്പതിക്ക്. എനിക്ക് മഹാറാണി വന്നതോടേക്ക് നല്ല ദർശനം കിട്ടി. ഇനിയും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നന്നായിരുന്നു ഇവിടെ സർവീസ്. രണ്ടാണെങ്കിൽ ഡ്രൈവേഴ്സ് ആയാലും നല്ല നമ്മളെ കൂടെ കൊണ്ടുപോയിട്ടായിരുന്നു. ഗോവിന്ദ 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 ഗോവിന്ദ. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒന്നേ ആലോചിച്ചുള്ളൂ, ഭഗവാനെ കുടുംബത്തോടെ വരുന്നത്. അതിനെ കൊണ്ടുവരുമ്പോൾ ഭഗവാൻ ബുദ്ധിമുട്ടില്ലാണ്ട് തിരക്കില്ലാണ്ട് കാണിച്ചു കൊടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അവരിനെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരണം. ഇപ്രാവശ്യം അവർ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഇനി അവർ പറയും ഞാൻ അച്ഛ ഇല്ല നിങ്ങൾ പോയിക്കോളി എന്ന് പറയും. വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അതേമാതിരി ഭഗവാൻ അതുമാതിരി തന്നെ ചെയ്തു തന്നു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇനി അടുത്ത വർഷം ഒരു മക്കളെ കൊണ്ട് വരണമെങ്കിൽ അവർ മനസ്സിൽ വിചാരിക്കണം, അച്ഛാ നമുക്ക് തിരുപ്പതി പോകണ്ടേ. ഒരു എൻജോയ് ആണ്. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോയത്. ഒരു കുടുംബന്മാരി കളിച്ചു ചിരിച്ചു, മക്കളൊക്കെ ഹാപ്പിയാണ്. അപ്പം ഞാൻ മനസ്സിൽ നിന്ന് വരുമ്പോഴും അതായിരുന്നു ആഗ്രഹം. പക്ഷെ കൂടെ വന്നവർക്ക് എല്ലാവരും ഇപ്പോൾ തിരുപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇനി അടുത്ത വർഷം വരണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ഭംഗി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ അവിടെ ഏതാണ് നമ്മൾ ലാസ്റ്റ് പോയ അമ്പലം തിലകണ്ഠേശ്വരം. അവിടെ നമ്മളൊരു ഫാമിലിയില് നമ്മളെ എല്ലാവരും ജലം വാങ്ങി എല്ലാവരും ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്ക് മനസ്സിൽ തോന്നിയത് കുടുംബത്തില് ഒരു ഇത് വാങ്ങിയിട്ട് ഞങ്ങൾ 4 ആളും കൂടി ഒഴിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം. നമുക്ക് കിട്ടുന്നൊരു എനർജിയും കൂടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും മകൻ്റെ വരിക്ക് ഒരു ധാര, ഭാര്യൻ്റെ വരിക്ക് ഒരു ധാര, എൻ്റെ വരിക്ക് അതല്ല ചെയ്തത്. ഭഗവാനെ നേരിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം എനിക്കിതിൽ കിട്ടി. നല്ലൊരു എനർജിയും കൂടി കിട്ടി. അതുകൊണ്ട് ഈ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് പറയേണ്ടത് നമ്മുടെ KSRTC ഹരിയേട്ടൻ പറയും. ഞങ്ങളെ ഫ്രണ്ടാണ്, പാലക്കാടിലെ മൂപ്പരാണ് പറഞ്ഞത്. നല്ല ഇതാണ് കണ്ണാ, നീ ഇതിൽ പോയിക്കോ, കോയമ്പത്തൂർ പോയിട്ട് പോകണ്ട, അത് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഹരിയേട്ടൻ നമ്പർ തന്നു. ഞാൻ ഇവരെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളൊരു 8 ആളുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. 8 അല്ല 10 ആള്. പക്ഷെ അതിൽ 2 ആൾ ഒഴിവായി. എന്ന് വെച്ചാൽ വരാൻ പറ്റാം, കല്യാണം ആയതുകൊണ്ട് അവർക്ക് ഒഴിവാണ്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഞങ്ങൾ 8 ആളും കൂടി ഇതിൽ വന്നു. 8 ആളും വരുമ്പോഴും ഞാൻ ഒന്നേ വിചാരിച്ചുള്ളൂ, തിരക്കില്ലാണ്ട് അടുത്ത വർഷം കണ്ണാ പോണ്ടേ എന്നിവർ പറയണം. ഭഗവാനെ വിചാരിച്ചിട്ടാണ് വന്നത്. അതുമാതിരിയായി ഭഗവാനോട് നന്ദി പറയുന്നു. ഗോവിന്ദ 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 ഗോവിന്ദ. ഡ്രൈവർ സീനാണെന്നാ? എന്ത് സീൻ ഉണ്ടാക്കി? അടിപൊളിയാണെന്ന് അടിപൊളിയാണെന്ന് അടിപൊളിയാണെന്നാ പറഞ്ഞേ. അതാണ് സെറ്റ്. ഡ്രൈവർ സെറ്റ്. അടുത്ത ആള് ട്രാവൽസ് നന്നായിരുന്നു. സംഭവം അക്കോമഡേഷനും ഡ്രൈവറും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ദർശനം നന്നായി കാണാൻ പറ്റി. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത പ്രാവശ്യം അച്ഛ പോവാ പറയൂ. അച്ഛൻ അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അടുത്ത പ്രാവശ്യം വരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മക്കള് നന്നായിട്ടുണ്ടായിരുന്നു. മഹാറാണി സീനാണ്. പിന്നെ ഒന്നും പറയാനില്ല. ഇവിടെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഫുഡും അക്കോമഡേഷനും ഒക്കെ നല്ല തന്നെയായിരുന്നു. നിങ്ങളൊരു യൂത്തിന് ചിരിയും കളിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുമോ? ആ ഒരു സുഖം ഉണ്ടായിരുന്നോ? റൂമിലെല്ലാം ചിരിയും കളി നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാനോടെ പോകുമ്പോ ചിരിച്ചും കളിച്ചാൽ അല്ല ഇവിടെ അതാ ഞാൻ പറഞ്ഞു. അവ ശരിക്കും ഡ്രൈവർമാരോടും ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ മഹാറാണിയിലെ 2 സഹോദരിമാരോടും. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് തിരുപ്പതിയിലേക്ക് വരുന്നത്.
ആദ്യം വന്നത് ശരിക്കൊരു ഓർമ്മ പോലും കിട്ടുന്നില്ല. കാരണം നമ്മളെ കണ്ണൂർ ഇളയാവൂർ എന്ന സ്ഥലത്തുനിന്ന് എല്ലാ വർഷവും ഒരു 45 ആളെ വെച്ചുകൊണ്ട് ബസ് അവിടെ നിന്ന് നമ്മളിന് ഗുരു ട്രാവൽസിൻ്റെ ഏർപ്പാടാക്കിയിട്ട് എല്ലാ വർഷങ്ങളും ഇനി പോകാൻ സ്ഥലം ബാക്കിയില്ല, എല്ലാ സ്റ്റേറ്റും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പോയിട്ടുണ്ട്. അതിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സർവീസ് ആയിട്ടാണ് ഈ മഹാറാണിയെ തോന്നുന്നത്. നിങ്ങളെ മുന്നേ നിങ്ങളെ പുകഴ്ത്തി പറയുന്നതല്ല, കാരണം നമ്മളെപ്പുറം വരുന്നതും ഗൈഡുണ്ടാവലുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് നമ്മളെ മുടി മുറിക്കുന്ന സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് ഗൈഡ് നിർത്തിയത്. അവിടെ ക്യൂ നിന്ന് കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു. അന്നേരം പറഞ്ഞാൽ ഇത് ദർശനത്തിനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത് ഒരാളോട് ചോദിച്ചാൽ ഇത് മുണ്ടനം ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് 300 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ദർശനത്തിന് കയറേണ്ട ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ലൊരു സന്തോഷവും തോന്നുന്നു. ഇവരോട് എപ്പോൾ ഒരു നന്ദി രേഖപ്പെടുത്തും. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ തിരുപ്പതിയിൽ വന്നത് ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടോന്ന് അറിയില്ല, ഒരുപാട് തിരക്ക്, ശ്വാസം മുട്ടുന്ന തിരക്കിനിടയിൽ നമ്മൾ ദൈവത്തിനെ കണ്ടൊന്നും ഓർമ്മ പോലുമില്ല. ഒന്ന് വേഗം ഒന്ന് പുറത്തെത്തി, ഭയങ്കര ചൂട്, അങ്ങനെ അതേ ഉള്ളൂ, തിരക്കേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ. ഇപ്രാവശ്യം ഓരോ സ്ഥലത്തും നമ്മളിപ്പം കവാടം കഴിയുമ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ ഓരോരോ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ കണ്ട് ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഓർമ്മ എല്ലാം കണ്ടതായിരിക്കും. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് തിരുപ്പതി പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന എനിക്ക് ഏകദേശം ഒരു 10 വയസ്സുള്ളപ്പോഴാണ്. ആ സമയത്ത് ഒരു വലിയൊരു മഹാമാരി ഇതുപോലെ വന്ന പോലെ ഫാമിലിയായിട്ട് ബുക്ക് ചെയ്ത് ആന്ധ്രയിൽ വെള്ളപ്പൊക്കം, അങ്ങനെ ട്രെയിൻ യാത്ര അത് കുടുങ്ങിപ്പോയി. പിന്നെ ഒട്ടും നടന്നില്ല. പിന്നെ എനിക്ക് ഒരു 25 വയസ്സായപ്പോൾ ജോലി കിട്ടിയ സമയത്ത് ഒരു ഗൗഡ സാരസ്വത സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് തിരുപ്പതിയിൽ വരുന്നത്. അവർ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഈ വാണിയും മറ്റേ പ്രിയൊക്കെ പറയുന്ന പോലെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം മറന്നുപോയി. പിന്നെ എല്ലാം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ വർഷവും വരുമായിരുന്നു, ഒരു 10 കൊല്ലം. അതിനുശേഷം ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വെച്ച് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ തോന്നുന്ന സമയത്ത് പോകാൻ വിളിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ട പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് ഉണ്ടാകുന്ന നോക്കും ബുക്ക് ചെയ്യും. അന്നെല്ലാം 300 രൂപയ്ക്കാണ്. കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ധർമ്മദർശനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദർശനം എൻ്റെ മുടങ്ങിപ്പോയി. വളരെ എന്താ പറയുക, വളരെ ദുഃഖിതനായിട്ട് ഞാൻ പോയി. ഞാൻ ഇനി വരാൻ പറ്റുമോ എന്ന് തന്നെയുള്ള ഒരു തോന്നലായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഒന്നിച്ച് വരുന്ന ജയനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ജയൻ പറഞ്ഞു നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡവ ട്രാവൽസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പാണ്ഡവ ട്രാവൽസിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇതേപോലെ 2 വണ്ടി അവർ അറേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഫാമിലിക്ക് എന്തോ വില വന്നിട്ടുണ്ട്, 16 പേര് അതിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ അവർക്ക് ഒരു 50,000 രൂപ നഷ്ടം വരും. അതുകൊണ്ട് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ലീവൊക്കെ സാങ്ഷൻ ചെയ്തേക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും സഹായിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് നെക്സ്റ്റ് ഡേ വിളിക്കാൻ പറഞ്ഞ്. രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ വാണിയുടെ അടുത്ത് നമ്പർ കൊടുത്തു. അപ്പോൾ വാണി വിളിച്ചു, എനിക്ക് ഇത് തന്നു, 2 പേരുടെ അഡ്വാൻസ് തന്നു. ഏതായാലും ഓക്കെ. പക്ഷേ ഈ ഓരോ യാത്രയിലും എനിക്ക് ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യത്തെ എന്തായാലും ഓരോ പ്രാവശ്യത്തും ഗോവിന്ദനെ കാണുന്നില്ല. ഈ പ്രാവശ്യത്ത് കണ്ടത് നമ്മുടെ രാജേഷിൻ്റെ രൂപത്തിലാണ് ഞാൻ ഗോവിന്ദനെ കണ്ടത്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായാലും ഇനിയും ഇവരുടെ ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും വിവരണങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു. ഇനിയും ഇത്തരത്തിലുള്ള യാത്രയിൽ ഇവരുടെ കൂടെ കൂടണമെന്നുള്ള ആഗ്രഹമുണ്ട്. നന്നായി വരട്ടെ. എല്ലാവർക്കും സന്തോഷം. എനിക്ക് ഈശ്വരൻ എന്നെ ഇങ്ങനെ ഓരോ യാത്രയും ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മഹാറാണിയിൽ തന്നെ ആയിക്കട്ടെ എന്ന് ഞാൻ ഇതാകുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്, എല്ലാവരോടും സ്നേഹത്തോടെ. അടിപൊളി. വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു തിരുപ്പതി യാത്ര വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണത്. കാരണം വ്യാഴാഴ്ച വൈകുന്നേരത്താണ് എൻ്റെ ഒരു കസിനെ ഞാൻ വിളിക്കുന്നത്. പുള്ളി ബ്രഹ്മപുത്ര ട്രാവൽസിലെ ഓണറാണ്. പുള്ളിയാണ് ചേച്ചിയുടെ അച്ഛൻ്റെ നമ്പർ തന്നത്. അങ്ങനെ ഞാൻ വിളിച്ച് സംസാരിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നത് 1/2 മണിക്കൂർ കൊണ്ട് ഉറപ്പിച്ച ഡീലാണ് ഈ തിരുപ്പതി യാത്ര. അത് വളരെ പെട്ടെന്ന് സംഭവിച്ചു പോയൊരു കാര്യമാണിത്. വർഷത്തിൽ ഒരു തവണയെങ്കിലും വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. അതുപോലെ തന്നെ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോഴും ആ പോകുന്നതിന് മുൻപ് തന്നെ ആ അമ്പലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീല് നമുക്ക് ഇല്ലായിരുന്നു. അവിടെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റിയിരുന്നു.
പിന്നെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും താമസമാണെങ്കിലും യാത്രയാണെങ്കിലും എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. നമസ്കാരമുണ്ട്. ഞാൻ തിരുപ്പതിക്ക് വരുന്നത് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഇത് 2 പ്രാവശ്യം ചേച്ചി പറഞ്ഞത് മഹാറാണിയിൽ 2ാമത്തെ പ്രാവശ്യമാണ്. ചേച്ചിക്ക് തെറ്റിപ്പോയതാണ്. മഹാറാണിയിൽ ആദ്യ പ്രാവശ്യമാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ വന്നത് അത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് ബുക്ക് ചെയ്തു, ഒന്ന് ഡേറ്റ് ക്യാൻസൽ ചെയ്തു, പിന്നെ 2ാമത് ബുക്ക് ചെയ്തു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ വർഷവും ഞാൻ പോകുന്നതാണ് മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഭഗവാൻ കൂടി അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാറാണിയിൽ തന്നെ ഉണ്ടാവും എല്ലാ വർഷവും. പറയാൻ പറ്റില്ല. അതിന് ഭക്ഷണത്തിൻ്റെ എല്ലാം ഞങ്ങൾക്ക് ദർശനമാണ് പ്രാധാന്യം. പിന്നെ യാത്ര, നിങ്ങളെ ആ ഒരു നമ്മളുമായിട്ടുള്ള സഹകരണം നന്നായിട്ടുണ്ട്. ഇങ്ങനെ അനിയത്തിയാലും ഏച്ചയാലും മാറി മാറി അങ്ങ് നോക്കി നമ്മളെ ആരും കെയർ ചെയ്യാണ്ടില്ല. ഡ്രൈവർക്ക് പ്രത്യേകിച്ച് നന്ദി. ഇതുവരെയുള്ളതിനും ഒരു തടസ്സം വന്നിട്ടില്ല, അതും പറയണ്ടേ. പിന്നെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് ഞങ്ങൾ യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഒരു ക്ഷീണം അറിഞ്ഞിട്ടില്ല ഇതുവരെ. പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയും വരാൻ സാധിക്കട്ടെ എന്നുള്ള എല്ലാവർക്കും നന്ദി പറയുന്നത്. മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ ഒരു തീർത്ഥയാത്ര ആദ്യമായിട്ടാണ്. അത് നല്ലൊരു അനുഭവമായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു 2 സഹോദരിമാർ, അവർ നമ്മളെ കെയർ ചെയ്യുന്നത്, നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ, അതൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര അഫെക്ഷനാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് തോന്നിയിട്ടില്ല. പിന്നെ ഈ 2 ബസ്സിലുള്ള 51 ആൾക്കാരും പരസ്പരം ഇടപഴകിക്കൊണ്ടു തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. അതും വളരെ പോസിറ്റീവായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തത്. പിന്നെ ഏറ്റവും അറ്റത്തുള്ള ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് വരുന്നതല്ലേ, നമ്മളെ ആ രീതിയിൽ പോലും നമ്മളെ ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഉപ്പൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അത് കുഴപ്പമില്ല, അത് പൊതുവെ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. പിന്നെ ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, അത് വേണം, എന്താണ് വേണ്ടത് അത് മുഴുവൻ അവർ സപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ദർശനത്തിന് പോയത് എല്ലാ ക്ഷേത്രത്തിലും നല്ല രീതിയിലുള്ള ഒരു ദർശനമാണ് കിട്ടിയത്. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ് കൊടുത്തത്. അത് തന്നെയാണ് നമുക്ക് ഇനി അങ്ങോട്ടുണ്ടാവുക. ഞാൻ വിചാരിച്ചു കാലുവേദനയും കൈവേദനയും ഒക്കെ കൊണ്ട് വന്ന് ഇനി ഇറങ്ങാനും കയറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന്. പക്ഷെ ഒരു ഫീലിങ്ങും ഇല്ല. എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഇപ്പോഴും തോന്നുന്നത്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ. ഇനി നിങ്ങൾക്ക് അങ്ങോളം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയട്ടെ. ആശംസകൾ നേരുന്നു. പോലെയായിരുന്നു നിങ്ങൾ നമ്മളെ ട്രീറ്റ് ചെയ്തത്. പിന്നെ നിങ്ങളെല്ലാ ആവശ്യത്തിലും മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. മഹാറാണി ട്രൂപ്പിൻ്റെ യാത്ര ഏറ്റവും നന്നായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നല്ല ദർശനം കിട്ടി. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല എന്തായാലും. അതിൽ ഉപ്പ് പുളി കാരെന്ന് പറയുന്നത് അപ്പുറം ഇപ്പുറേ അധികമാവുകയും ചെയ്യും കുറവാവുകയും ചെയ്യും. അതിൻ്റെ പ്രശ്നം നമ്മൾ തന്നെ സഹിക്കേണ്ടതാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. ഫുഡെല്ലാം നന്നായിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. നമ്മളെ വയറെല്ലാം നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശരി. റൂം അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല വൃത്തിയിൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാവിധ ഭാവങ്ങളും ചേരുന്നു. കഴിഞ്ഞെങ്കിൽ ഇനിയും വരണം എന്നുള്ള ആഗ്രഹം ഇനിയും മനസ്സിലുണ്ട്. നമ്മുടെ ഊർജ്ജം നിങ്ങൾ പറഞ്ഞ മാതിരി പോസിറ്റീവ് എനർജി ഇനിയും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ശരി. ആദ്യം മഹാറാണി ട്രാവൽസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഞങ്ങൾക്ക് യാത്രയ്ക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായില്ല. പിന്നെ ദർശനം, അത് ആദ്യം തന്നെ അതിൻ്റെ വഴികളും എല്ലാം കാണേണ്ട വിധങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അതുകൊണ്ട് അത് ഓരോന്ന് നോട്ട് ചെയ്ത് ഞങ്ങൾ വെച്ച് ഞങ്ങൾക്ക് സൗകര്യം കിട്ടിയിരുന്നു. ജനങ്ങളുണ്ട്, തള്ളി അവർ ഇതൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും ബ്ലോക്കുള്ള സമയത്ത് നമ്മളെ കൂടെയുള്ളവരെല്ലാം ഗോയിന്ന് വിളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത്. ആ സമയത്തെന്തോ അവിടുന്ന് ഒരു നീക്കം വന്ന കണ്ടു. പിന്നെ ഭക്ഷണത്തിനെ പറ്റി ഒന്നും പറയാം ഞങ്ങളല്ല. ഒരു ചെറിയൊരു ഇത് പറയാം. ഒരു രാവിലെ ഒരു ബെക്കപ്പ് ഒരു പരിപാടി ഉണ്ട്, അത് കിട്ടാൻ തോന്നുന്നു. മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊരു യാത്രയായിരുന്നു ഇത്. പിന്നെ
ദർശന സൗഭാഗ്യം കിട്ടിയ പറഞ്ഞാല് ആദ്യം തന്നെ പ്രിയ മേഡത്തിന്റെ ആ വർണ്ണനയിലൂടെ ഒരു 25% ദർശനം കിട്ടിയ പ്രതീതിയായിരുന്നു. അതിനുശേഷം ആ പറഞ്ഞ മാതിരി തന്നെ ഇതായി. അതിന് പിന്നെ എന്നെ ഒരു സഹായിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. കാരണം എനിക്ക് ആ മേലെ കയറിയിട്ടൊന്നും അത് കാണാൻ പറ്റില്ലായിരുന്നു. അതിന് സഹായിച്ച ആ കുട്ടിയോടൊക്കെ നന്ദിയുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ദർശനം കിട്ടുന്നോ ഞാൻ വിചാരില്ല. ഭയങ്കര തിരക്കിലൂടെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന ഞാൻ ആ തിരക്ക് മനസ്സിൽ വിചാരിച്ച് നിന്നുകൊണ്ട് എനിക്കിത് എന്തോ ഒരു സ്വർഗം കിട്ടിയ മാതിരിയാന്ന്. അതുകൊണ്ട് ഞാനിതൊരു പെട്ടെന്നായിരുന്നു യാത്ര. വളരെ നന്നായിരുന്നു. ഇത് വരാണ്ടിരുന്നതാണെങ്കിൽ ഇത് മിസ് ചെയ്ത പോലെ തോന്നും. ഇപ്പോൾ വന്നപ്പോൾ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും വരാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും നന്നായി നടന്നിട്ടുണ്ടായിരുന്നു. റൂമും എല്ലാ കാര്യങ്ങളും എല്ലാതും എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നത് നന്നായെന്നും ഞാൻ വിചാരിക്കുന്നു. പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴിക്കുന്നൊരുങ്ങുന്നേ, നെഞ്ചിൽ തന്നെ ഒരുങ്ങുന്നേ, പറഞ്ഞാക്കുന്ന കയറുന്നേ, പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴിക്കുന്നൊരുങ്ങുന്നേ, കൊമ്പൻ തുമ്പിരുഴയ്ക്കുന്നേ, കടുവ കണ്ണ് കലങ്ങുന്നേ, കൊമ്പൻ മറണ്ടാടുന്ന നേരെ പഞ്ഞ തടുക്കുന്നേ, കൊമ്പൻ തുമ്പി ചുഴറ്റുന്നേ, കടുവ കണ്ണു കലങ്ങുന്നേ, കൊമ്പൻ മറണ്ടാടുന്ന പൊട്ടിക്കോ.